ഒന്ന് നാലായിട്ട് ഒന്ന് കീറിയെടുത്തതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കുക. ഇതേപോലെയൊക്കെ 3 ഏത്തപ്പഴവും ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കുഴുവുള്ള ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കറുത്ത മുന്തിരിങ്ങ ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുത്ത് മുന്തിരിങ്ങയൊക്കെ ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും കോരി അങ്ങിട്ടേക്കും. ഒരു 1/2 കപ്പ് കടലപ്പരിപ്പ്. ആ കടലപ്പരിപ്പ് ഈ നെയ്ക്കകത്തോട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചുമന്ന് വരുമ്പോഴത്തേക്കും നമുക്കത് കോരി ഇങ്ങോട്ട് എടുക്കണം. ഈ നെയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ട് ഏത്തപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇപ്പോൾ നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് 2 പാത്രം 2-ാം പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാമെന്നാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെക്കുകയാണ്. ഈ വറുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്, എന്നാൽ ഒത്തിരി ഒന്ന് ഉടഞ്ഞു പോകും. ഇനി നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1-ാം പാൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ വേണം നല്ലപോലെ പിഴിഞ്ഞെടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒരല്പം അടുപ്പങ്ങ് നിർത്തുകയാണ്. നിർത്തിയിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ മധുരപ്പുഴുക്ക് ഏത്തപ്പഴം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും.